ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. നമുക്ക് അസുഖമൊന്നും വരാത്ത നമ്മൾ സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്ന ഒരു ഇമ്മ്യൂൺ സിസ്റ്റം. അല്ലാതെ ഒരാഴ്ച മൊത്തം പനിയും ശരീരം വേദനയും തൊണ്ടവേദനയും ക്ഷീണവും ബ്രെയിൻ ഫോഗൊക്കെ ആയിട്ട് കിടപ്പിലാകാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ നിരന്തരം പുതിയ ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് സപ്ലിമെന്റ്സ് ആണെങ്കിലും ഇഞ്ചെക്ഷൻസ് ആണെങ്കിലും IV ഡ്രിപ്സ് ആണെങ്കിലും ബയോ ഹാക്സ് ഒക്കെ തേടിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ഞാനാണെങ്കിൽ പോലും എന്റെ ബോഡി ഞാൻ ബയോ ഹാക്ക് ചെയ്തതാണ്. നിങ്ങൾ ഒരു 3 ഇയേഴ്സ് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ക്യാൻസർ സർവൈവർ ആണ്. അപ്പോൾ ക്യാൻസർ ആയിരുന്ന സമയത്ത് അതിന്റെ സർജറി കഴിഞ്ഞു, അതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ സമയത്തൊക്കെ എന്റെ ലുക്ക് ഇതായിരുന്നു. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ്. അപ്പൊ ഞാൻ ഒരു 48 കിലോഗ്രാമോളം വരെ എന്റെ വെയിറ്റ് എത്തിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ഞാൻ നമ്മുടെ ബയോ ഹാക്കിങ്ങിനെ പറ്റി പഠിക്കുന്നു, നമ്മളുടെ ആന്റി ഏജിങ് അതുപോലെ പെപ്റ്റൈഡ്സിന്റെ വേൾഡിലേക്ക് വന്നു. അങ്ങനെ ഞാൻ കുറെ റിസർച്ച് നടത്തി അത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു രീതിയിലുള്ള ഞാനായത്. അതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ ഈ സെഷനിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഇപ്പോൾ ഈവൻ ഞാൻ പെപ്റ്റൈഡ്സിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും അതൊരു ഷോർട്ട് കട്ട് ഒന്നുമല്ല. അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആ ഒരു ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചിട്ടല്ല ഉണ്ടാക്കേണ്ടത്. നമുക്ക് കുറെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം അതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സപ്ലിമെന്റ്സ് എടുത്തിട്ടും എത്ര പെപ്റ്റൈഡ്സ് എടുത്തിട്ടും കാര്യമില്ല. സോ ആ ഫണ്ടമെന്റൽ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം. ഇനി പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പെപ്റ്റൈഡ് എന്ന വാക്കാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇൻസുലിൻ എന്ന് ഞാൻ പറയാണ്, ഇത് കോമൺ ആണ്, എല്ലാവരും അറിയാവുന്നതാണ്, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇൻസുലിൻ ഒരു പെപ്റ്റൈഡ് ആണ്. അതുപോലെ ഓരോ ആവശ്യങ്ങൾക്ക് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പെപ്റ്റൈഡ്, ഒരു അമിനോ ആസിഡ് ആണ്. സോ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും മെറ്റബോളിസത്തിനാണെങ്കിലും ഇഞ്ചുറി റിപ്പയറിനാണെങ്കിലും ഗ്രോത്ത് ഹോർമോൺസിനാണെങ്കിലും എല്ലാം പെപ്റ്റൈഡ് ആണ്. ഇൻസുലിൻ ആണെങ്കിലും എല്ലാം പെപ്റ്റൈഡ്സ് ആണ്. സോ അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഒരു 5 പെപ്റ്റൈഡ്സ് നിങ്ങൾ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു 5 പെപ്റ്റൈഡ്സിനെ പറ്റി പറയാം. സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് പറയാം. അതല്ലാതെ ഫണ്ടമെന്റൽസിനെ പറ്റി പറയാം. സോ ഇന്ന് സയൻസ് എപ്പോഴും ബാക്ക് ചെയ്യുന്ന ഒരു ഇമ്മ്യൂൺ റെസീലിയൻസിന്റെ 5 ഫൗണ്ടേഷൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഇമ്മ്യൂൺ ഹെൽത്തിനായിട്ട് ഇപ്പോഴത്തെ റീസെന്റ് റിസർച്ച്, അതിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങൾ, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട സപ്ലിമെന്റ്സ്, വിറ്റമിൻ സി, വിറ്റമിൻ ഡി, അങ്ങനത്തെ കാര്യങ്ങൾ. അതിനുശേഷം ഞാൻ ഒരു 5 പെപ്റ്റൈഡ്സും കൂടെ ഡിസ്കസ് ചെയ്യാം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഇമ്മ്യൂൺ ബയോഹാക്ക് എന്ന് പറയുന്നത് ഡീപ്പ് സ്ലീപ്പ് തന്നെയാണ്. എനിക്ക് ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താൻ ഒരു കാര്യം മാത്രം തിരഞ്ഞെടുക്കേണ്ടി വരണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുക എന്നുള്ളത് സ്ലീപ്പ് ആയിരിക്കും. അത് സപ്ലിമെന്റും ആയിരിക്കില്ല, ഇഞ്ചെക്ഷൻസും ആയിരിക്കില്ല, പെപ്റ്റൈഡ്സും ആയിരിക്കില്ല, ഒന്നുമല്ല, സ്ലീപ്പ്. കാരണം ഉറങ്ങുക എന്നത് എല്ലാവരും കരുതുന്ന മാതിരി ഒരു പാസീവ് പ്രോസസ് അല്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം, ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വർക്കും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള എല്ലാ റെസ്റ്റും കൊടുക്കുകയാണ്, ബോഡി റീപ്രോസസ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുകയാണ്, റിജുവനേറ്റ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുകയാണ്, റിക്കവറിക്ക് വേണ്ടിയുള്ള ഒരു സമയം കൊടുക്കുകയാണ്, അല്ലേ? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിപ്പയർ പ്രോസസ്സിൽ ഒന്നാണ് സ്ലീപ്പ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലതായിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടിഷ്യൂസ്, ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂസ് റിപ്പയർ ആവുന്നുണ്ട്, ഇമ്മ്യൂൺ സെൽസ് റിക്കവർ ആവുന്നുണ്ട്, നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻസ്, പല അസുഖങ്ങൾക്കും കാരണമായിട്ടുള്ള ഇൻഫ്ലമേഷൻസ് കുറയുന്നുണ്ട്, മെമ്മറി കൺസോളിഡേഷൻ നടക്കുന്നുണ്ട്. ഇതിലും കൂടുതലെല്ലാം അത്ഭുതമായിട്ടുള്ള വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. അതാണ് ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന ഒരു ബ്രെയിൻ ക്ലീനിങ് സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, രാത്രി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ക്ലീനിങ് ക്രൂ പോലെയാണ് നമ്മളുടെ ഉറക്കം. ചില ഒരു ക്ലീനിങ് ക്രൂ എങ്ങനെയാണ്, ദിവസം മൊത്തം ഇങ്ങനെ വേസ്റ്റ് എല്ലാം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, രാത്രി വന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് പോകും. അതുപോലെ തന്നെയാണ് ഡെയിലി നമ്മുടെ രാവിലത്തെ വർക്കുകളെല്ലാം, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് ബ്രെയിനിൽ ഒരു എല്ലാ മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്ട്സും അത് ശേഖരിക്കപ്പെടുന്നുണ്ട്. അവർ ഉറങ്ങുന്ന സമയത്ത്, ഡീപ്പ് സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഫ്ലഷ് ഔട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പം ഉറക്കം മോശമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു നിങ്ങളുടെ അൺഫ്ലഷ്ഡ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് പോലെ ആയിരിക്കും നിങ്ങളുടെ ബ്രെയിൻ. അങ്ങനത്തെ ഒരു ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ റിക്കവറി ഉണ്ടാവില്ല, ഇൻഫ്ലമേഷൻ കൂടും, അസുഖങ്ങൾ വരും, ഇമ്മ്യൂൺ എഫിഷ്യൻസി താഴേക്ക് വരും. സോ സ്ലീപ്പ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ ബയോഹാക്കാണ്. ചാൻസസ് ആർ വെരി ഹൈ അസുഖങ്ങൾ ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ സ്ലീപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിൻസും സപ്ലിമെന്റ്സും പ്രോട്ടീൻസും വിറ്റമിൻസും അതുപോലെ പെപ്റ്റൈഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു 7 മുതൽ 9 മണിക്കൂർ വരെ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നുണ്ടോ? നല്ല രീതിയിൽ ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതിന്റെ ഉത്തരം ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ
നിങ്ങളുടെ ഇമ്മ്യൂൺ ഒപ്റ്റിമൈസേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നിന്നാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾക്കൊരു അസുഖമില്ലാത്തൊരു ബോഡി വേണം അല്ലേ, നമുക്ക് ആ എവർ ഗ്രീനിങ് ആയിട്ടുള്ള ഒരു ബോഡി വേണം. നമ്മൾ വെറുതെ ആന്റി ഏജിങ് എന്ന് പറയുമ്പോൾ ലുക്കിംഗ് യങ്ങറല്ല, ലുക്കിംഗ് ഹെൽത്തിയർ ആയിരിക്കണം. നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഹെൽത്തി സംഭവം ഉണ്ടാവണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമ്മ്യൂൺ ഒപ്റ്റിമൈസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഡീപ്പ് സ്ലീപ്പിൽ നിന്നാണ്. ഈവൻ നമുക്ക് ഉറങ്ങാൻ പോലും പെപ്റ്റൈഡ്സ് ഉണ്ട്, സ്ലീപ്പിംഗ് പിൽസ് അല്ല, പെപ്റ്റൈഡ്സ് ഉണ്ട്. ഡി സിപ്പ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഐ പ്രൊഡക്റ്റ് ആണ് അത്. അതല്ലാതെ വേറെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, ബ്രെയിനിനും എല്ലാം കോഗ്നേറ്റീവ് ഫങ്ഷൻസ് ഉണ്ട്. ഞാനതെല്ലാം പിന്നീടുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഈവൻ നമുക്ക് ഉറങ്ങാൻ പോലും നമ്മളെ കൂളാക്കി ഉറങ്ങാൻ പറ്റുന്ന പെപ്റ്റൈഡ്സ് ഉണ്ട്. പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ സിഗ്നൽസിനെ ട്രിഗർ ചെയ്യുന്നതാണ്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇനി രണ്ടാമത്തെ 5 ഫണ്ടമെന്റൽ പറഞ്ഞാലും, ഒന്ന് ഉറക്കം, രണ്ടാമത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. മിക്ക ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ്. ഹൈ ബ്ലഡ് ഷുഗർ നമ്മുടെ ബോഡിയിലെ ഫാറ്റിനെ മാത്രമല്ല ബാധിക്കുന്നത്, അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും ബാധിക്കുന്നുണ്ട്. ബ്ലഡ് ഷുഗർ കുറേ നാള് ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ ഇമ്മ്യൂൺ സെല്ല് അതിൻ്റെ ഒരു പ്രവർത്തനം, കാര്യക്ഷമത കുറയുന്നു, അതിൻ്റെ എഫിഷ്യൻസി കുറയുന്നു, ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലമേഷൻ ബോഡിയിൽ കൂടുന്നു, ഓട്ടോമാറ്റിക്കലി നമ്മുടെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുന്നു, നമ്മുടെ ബോഡി റിക്കവർ ചെയ്യാനുള്ള ടൈം കൂടുതൽ എടുക്കുന്നു അല്ലെ, ഇൻഫെക്ഷൻ റിസ്ക് കൂടുന്നു. സോ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഇൻഫ്ലമേറ്ററി പാത്വേ ആണ്. അതിന്റെ പേരാണ് NF-κB. സോ ഇൻഫ്ലമേഷന്റെ മാസ്റ്റർ സ്വിച്ച് എന്നാണ് ഇതിനെ പറയുന്നത്. സോ ഹൈ ബ്ലഡ് ഷുഗർ ആ ഒരു സ്വിച്ച് എപ്പോഴും ഓൺ എന്നുള്ള നിലയിൽ നിലനിർത്തിക്കൊണ്ടിരിക്കും. അതായത് എപ്പോഴും ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ബ്ലഡ് ഷുഗർ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ശരീരം ക്രോണിക് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷനിൽ തന്നെ ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കും ഹൈ ബ്ലഡ് ഷുഗർ ലോങ് ടേമിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇമ്മ്യൂൺ സിസ്റ്റം അപ്പോൾ നമ്മളുടെ സമയത്ത് വേറെ ഒറിജിനൽ ആയിട്ടുള്ള നമ്മളുടെ ബോഡിക്ക് വരാനുള്ള ഭീഷണികളെ നേരിടുന്നതിന് പകരം ഈ ഒരു ക്രോണിക് ഇൻഫ്ലമേഷനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുക എന്നുള്ളത്. അത് ഓവറോൾ ഹെൽത്തിനും ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കും, ഇമ്മ്യൂണിറ്റിക്കും വളരെ നല്ല ബെറ്റർ ആണ്. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ പറ്റി പറയുമ്പോൾ നമ്മൾ സെമാഗ്ലൂട്ടൈഡ് പറയും, ട്രെസപ്പിറ്റൈഡ് പറയും, ഇതെല്ലാം പെപ്റ്റൈഡ്സ് ആണ്. ഒസംബിക് ആണെങ്കിലും മൊഞ്ചാരോ ആണെങ്കിലും പുതിയ ഒരെണ്ണമുണ്ട് റെറ്റാട്രിറ്റൈഡ്. അപ്പോൾ ഇത് ഈ സെക്കൻഡിലും തേർഡിലും വരുമ്പോൾ അവിടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. സോ അത് നമ്മൾ സെമാഗ്ലൂട്ടൈഡ് ഒസംബിക് പറയുമ്പോൾ GLP-1 ആണ്. മറ്റേത് നമുക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, എനർജി എക്സ്പെൻഡിച്ചർ, ഗ്ലൂക്കഗോൺ എല്ലാം വരുന്നുണ്ട്. സോ അവിടെ അതൊരു പെപ്റ്റൈഡ് എങ്ങനെ ഇതിനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള കേസാണ്. അത് ഞാൻ പിന്നീടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തണം. ഓക്കെ, സോ അതിന് സഹായിക്കുന്ന നാച്ചുറലി ഫണ്ടമെന്റലി നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് നല്ല രീതിയിൽ ചെയ്യുക, വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ ചെയ്യാതെ നോക്കുക, ഭക്ഷണത്തിന് ശേഷം നമ്മൾ മൂവ് ചെയ്യുക, നടക്കുക, ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യുക, അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കുറക്കുക, പ്രോട്ടീൻ ഇൻടേക്ക് നല്ലതായിട്ട് കൂട്ടുക. സോ ഹെൽത്തി മെറ്റബോളിസം ആണ് എപ്പോഴും ഹെൽത്തി ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നല്ല രീതിയിൽ മെറ്റബോളിസം നടക്കുന്നുണ്ടെങ്കിൽ നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. ഏറ്റവും നല്ലൊരു, നിങ്ങൾ വെയിറ്റ് ലോസിന് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും റെറ്റാട്രിറ്റൈഡ് എന്നുള്ള പെപ്റ്റൈഡ് ആണ്. 3 റിസപ്റ്റേഴ്സ് ആണ്. GLP-1 അതുപോലെ തന്നെ നമ്മുടെ എനർജി എക്സ്പെൻഡിച്ചർ മാനേജ് ചെയ്യും, അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യും. സോ ട്രെസാപ്പിറ്റൈഡ് അല്ല, സെമാഗ്ലൂട്ടൈഡ് അല്ല, ഒസംബിക്കോ മൊഞ്ചാരോ അല്ല, ബട്ട് റെറ്റാട്രിറ്റൈഡ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ എക്സസൈസ് ആൻഡ് ലിംഫാറ്റിക് ഫ്ലോ. എക്സസൈസ് നമ്മുടെ ഹാർട്ടിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്ന എന്താണ്? എക്സസൈസ് തന്നെയാണ്. നമ്മുടെ ബോഡിയിൽ ലിംഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലൂയിഡ് ഉണ്ട്. അത് നമ്മുടെ സെല്ലുലാർ വേസ്റ്റ് ആണെങ്കിലും അതുപോലെ ടോക്സിൻസ്, ഡെബ്രിസ്, ഇമ്മ്യൂൺ സെൽസ്, ഇതിനെല്ലാം കൊണ്ടുപോകുന്നത് ഈ ലിംഫ് എന്നുള്ള ഒരു ലിക്വിഡ് ആണ്. അത് നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. സോ ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? ഹാർട്ട് ഉണ്ട്, ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലിംഫാറ്റിക് സിസ്റ്റത്തിന് അങ്ങനെ ഒരു പമ്പില്ല. അപ്പൊ ലിംഫാറ്റിക് സിസ്റ്റം അതിന്റെ മൂവ്മെന്റ് നമ്മുടെ ശരീരം മൂവ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അതായത് നിങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓടുമ്പോൾ, നിങ്ങളുടെ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആ ലിംഫ് ബോഡി മൊത്തത്തിൽ സഞ്ചരിക്കും, ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെ ബോഡി മൊത്തത്തിൽ മൂവ് ചെയ്യുമ്പോഴാണ് വേസ്റ്റ് റിമൂവൽ ബെറ്റർ ആയിട്ട് നടക്കുന്നത്, ഇമ്മ്യൂൺ സർവീലൻസ് ബെറ്റർ ആവുന്നത്, നമ്മുടെ റിക്കവറി നല്ല രീതിയിൽ വരുന്നത്, ഇൻഫ്ലമേഷനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിനുള്ളിൽ തന്നെ ക്ലീനിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സസൈസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിനിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നത്. എക്സസ് വേസ്റ്റുകളെല്ലാം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ലിംഫ്
ലിക്വിഡ്സ് അത് മൂവ് ചെയ്യുന്നതനുസരിച്ച് അത് ക്ലീനിങ് പ്രോസസ്സ് എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ന്യൂട്രിയൻസിനെ പറ്റി പറയാം. ഏറ്റവും നാലാമത്തത് എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇമ്മ്യൂൺ റിലേറ്റഡ് ന്യൂട്രിയൻസ്. ഒരുപാട് സപ്ലിമെന്റ്സ് ഉണ്ട് മാർക്കറ്റിൽ, ഒരുപാട് വിറ്റമിൻസ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഇമ്മ്യൂൺ ഹെൽത്ത് ആണ്. ഇമ്മ്യൂൺ ഹെൽത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്ലിമെന്റ് ആണ് വിറ്റമിൻ ഡി. വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു വിറ്റമിൻ മാത്രമല്ല, അതൊരു ഹോർമോൺ പോലെ പ്രവർത്തിക്കും. അത് ശരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സെൽ ആക്ടിവേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജീൻ എക്സ്പ്രഷൻ, അതുപോലെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. സോ വിറ്റമിൻ ഡി ഡെഫിഷ്യൻ, ഇപ്പൊ നിങ്ങൾ ചുമ്മാ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും. അതുകൊണ്ടാണ് സപ്ലിമെന്റേഷൻ ചെയ്യണം. സൺലൈറ്റ് കിട്ടിയാലും മതി, ബട്ട് ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ സപ്ലിമെന്റേഷൻ. സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഇമ്മ്യൂൺ റിലേറ്റഡ് സപ്ലിമെന്റ് ആണ് വിറ്റമിൻ ഡി. രണ്ട്, സിങ്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഇമ്മ്യൂൺ സെൽ ഡെവലപ്മെന്റ് ആണെങ്കിലും ഇമ്മ്യൂൺ സിഗ്നലിങ്ങിനാണെങ്കിലും അതൊരു നമ്മൾ വൈറസസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഡിഫൻസ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് സിങ്ക് ബെറ്റർ ആണ്. പിന്നെ ഒരെണ്ണം മൂന്നാമതുള്ളത് വിറ്റമിൻ സി. വിറ്റമിൻ സി ഒരുപാട് ഫങ്ഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂൺ സെൽ പാത്തജൻസിനെ നശിപ്പിക്കാനായിട്ട് ഓക്സിഡേറ്റീവ് ബൂസ്റ്റ് ഉപയോഗിക്കും. സോ വിറ്റമിൻ സി ആ ഒരു പ്രോസസ്സിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ വിറ്റമിൻ സി ഭയങ്കര നല്ലതാണ്. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ഗ്ലൂട്ടാത്തിയോൺ. ഗ്ലൂട്ടാത്തിയോൺ എല്ലാവരും സ്കിൻ ലൈറ്റനിങ്, സ്കിൻ വൈറ്റനിങ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഗ്ലൂട്ടാത്തിയോൺ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാസ്റ്റർ ആന്റി ഓക്സിഡന്റ് ആണ്. NACയും ഗ്ലൂട്ടാത്തിയോണും. സോ ബേസിക്കലി ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ സെൽസിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാറ്റി ലിവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഇഫ് യു ഹാവ് ഫാറ്റി ലിവർ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആന്റി ഓക്സിഡന്റ് ആണ്. NAC നമ്മുടെ ബോഡിയിൽ ഗ്ലൂട്ടാത്തിയോൺ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലും കൊടുക്കുന്നുണ്ട്. സോ ഇത് രണ്ടും കൂടി ഉള്ള സമയത്ത് നമുക്ക് റിക്കവറി വരുന്നുണ്ട്. ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് ഡീടോക്സിഫിക്കേഷൻ ബോഡിയിൽ നല്ല രീതിയിൽ വരും. നമ്മുടെ ബോഡിക്ക് ഒരു നല്ല ഇമ്മ്യൂൺ റെസീലിയൻസ് ഉണ്ടാവും. സോ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആണ്. പിന്നെ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഗട്ട് ഹെൽത്ത്. നിങ്ങളുടെ ഇമ്മ്യൂൺ ഹെൽത്ത് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ആയിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഇമ്മ്യൂണോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രൂത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗം ഗട്ടിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ ഡൈജസ്റ്റീവ് സിസ്റ്റം അത് കണ്ടിന്യൂസ്ലി ഇന്ററാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ, ഫുഡായിട്ട്, ബാക്ടീരിയാസ് ആയിട്ട്, വൈറസസ് ആയിട്ട്, എൻവയോൺമെന്റൽ കോമ്പൗണ്ട്സ് ആയിട്ട്. അപ്പൊ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് മോശമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നാച്ചുറലി ഇൻഫ്ലമേഷൻ കൂടും. ഇൻഫ്ലമേഷൻ കൂടുമ്പോൾ ഇമ്മ്യൂൺ റെഗുലേഷൻ കുറയും, അല്ലേ? അതുപോലെ തന്നെ ഫുഡ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ആവും. അതുകൊണ്ടാണ് നിങ്ങൾ ഗട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്തുമ്പോൾ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തുന്നത്. ഗട്ട് ഹെൽത്തിന് നമുക്ക് BPC 157 എന്ന് പറഞ്ഞിട്ടൊരു ബോഡി പ്രൊട്ടക്ഷൻ കോമ്പൗണ്ട് ആണ്. ആ പെപ്റ്റൈഡ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ 1 by 1 പെപ്റ്റൈഡ്സിലേക്ക് പോകുമ്പോൾ അതെല്ലാം നമുക്ക് എല്ലാത്തിനും ഇതെല്ലാം നമ്മുടെ ബോഡി ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. പക്ഷെ അതേ ഫംഗ്ഷൻസ് നമുക്ക് പെപ്റ്റൈഡ്സ് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ഇനി പെപ്റ്റൈഡ്സിലേക്ക് വരാം. പെപ്റ്റൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്മ്യൂൺ റിലേറ്റഡ് പെപ്റ്റൈഡ്സ് ആണ്. നമുക്ക് റിക്കവറി റിലേറ്റഡ് പെപ്റ്റൈഡ്സ് ഉണ്ട്, BPC, TB500 അങ്ങനെയുള്ളത്, GHKCU. സ്കിൻ റിലേറ്റഡ് ആണെങ്കിൽ GHKCU, സ്ലീപ്പിനാണെങ്കിൽ നേരത്തെ പറഞ്ഞ DSIP ഉണ്ട്, കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഫംഗ്ഷൻസിനാണെങ്കിൽ സെലാങ്, CMAX ഒക്കെ ഉണ്ട്. ഈവൻ ഫോർ സെക്സ് വി ഹാവ് PT141, കെസ്പെപ്റ്റിൻ. അങ്ങനെ നമുക്ക് എല്ലാത്തിനും പെപ്റ്റൈഡ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ ലോഞ്ചവിറ്റി, ഇമ്മ്യൂൺ സിസ്റ്റം. സോ ഇമ്മ്യൂൺ പെപ്റ്റൈഡ്സിൽ ഏറ്റവും കൂടുതൽ സയന്റിഫിക് അറ്റൻഷൻ വന്നേക്കുന്ന പെപ്റ്റൈഡ് ആണ് തൈമോസിൻ alpha-1, TA1. സോ അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ മാത്രമല്ല ഇമ്മ്യൂൺ റെഗുലേറ്റർ ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. സോ അതൊരു തെർമോസ്റ്റാറ്റ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റം അണ്ടർ പെർഫോം ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു കോർഡിനേഷൻ ഇംപ്രൂവ് ആക്കാനും, ഓവർ ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാലൻസ് റീസ്റ്റോർ ചെയ്യാനുമാണ് തൈമോസിൻ alpha-1 യൂസ് ചെയ്യുന്നത്. സോ ഇമ്മ്യൂൺ പെപ്റ്റൈഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ തൈമോസിൻ alpha-1. സെക്കൻഡ്, പെപ്റ്റൈഡ്സിന്റെ വേൾഡിൽ ഒരു കിങ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് BPC 157 ആണ്. BPC 157 ഇഞ്ചുറി റിക്കവറി ആക്കാൻ മാത്രമാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എനിക്കിവിടെ ഷോൾഡറിൽ ഒരു ടിയർ ഉണ്ടായിരുന്നു. പണ്ട് വോളിബോൾ കളിച്ചപ്പോൾ സ്ട്രോങ് ആയിട്ട് അടിച്ചു, ഒരു ടിയർ വന്നു. എന്ത് ചെയ്താൽ പോകുന്നില്ല, കൈ ഇവിടെ വരെ പോകുമ്പോഴേക്കും എനിക്ക് വേദന ഉണ്ടാവും. സർജറി ആയിരുന്നു, ആർത്രോസ്കോപ്പിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ബട്ട് എനിക്ക് വേണ്ടായിരുന്നു, അതുകൊണ്ട് സർജറി ചെയ്യാണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് ഒരു ബോൾ ത്രോ ചെയ്യാൻ പറ്റില്ല. ബട്ട് 4 weeks BPC 157 അത് പോയി, ആ ടിയർ പോയി. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ചെസ്റ്റ് പ്രസ് സ്ട്രോങ് വെയിറ്റിൽ ചെയ്തപ്പോൾ ഒരു ടിയർ വന്നു, ആ ടിയർ പോയി. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മക്ക് കാൽമുട്ടില് നീ ഇഷ്യൂ വന്ന് നീ സർജറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. BPC 157 വിത്ത് TB500 4 ആഴ്ച ഉപയോഗിച്ചുള്ളൂ, പ്രോപ്പറായി. അത്രയും പവർഫുൾ ആണ്.
പക്ഷേ നമ്മൾ ഇവിടെ ഇമ്മ്യൂൺ ഫംഗ്ഷൻ ആണ് പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് ഇഞ്ചുറി ആണ്, പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമ്മ്യൂണിന്റെ കോണ്ടെക്സ്റ്റ് ആണ്. ഇമ്മ്യൂൺ ഇംപ്ലിക്കേഷനിൽ ആക്ച്വലി ഇഞ്ചുറി റിപ്പയറിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് നമ്മുടെ ഗട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗട്ടിന്റെ പറഞ്ഞപ്പോഴാണ് BPC-157 പറഞ്ഞത്. അതിനെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലഡ് വെസൽ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ടിഷ്യൂ റിപ്പയറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇമ്മ്യൂൺ ആക്ടിവിറ്റിയുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയൊരു ഭാഗം നടക്കുന്നത് ഗട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഗട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്തുന്ന എനി കോമ്പൗണ്ട്, ഇത് BPC എന്ന് പറയുന്ന ബോഡി പ്രൊട്ടക്ഷൻ കോമ്പൗണ്ട്, അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് SS31 മൈറ്റോകോൺട്രിയൽ പെപ്റ്റൈഡ് ആണ്. SS31 വേറൊരു മൈറ്റോകോൺട്രിയൽ പെപ്റ്റൈഡ് ഉണ്ട്, അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്, മോട്സി. അത് എനർജിയും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിന് കാരണം മോട്സി ആണ്. എൻ്റെ ആ ഒരു ക്യാൻസർ സ്റ്റേജിൽ നിന്ന് എന്നെ റിക്കവർ ചെയ്ത് എൻ്റെ സെൽസിനെല്ലാം ആ ഒരു പുതിയ സെൽസ് എല്ലാം തന്ന് ആ ഒരു എനർജി റിക്കവറി എല്ലാം ഉണ്ടാക്കിയത് മോട്സിയും ആൻഡ് SS31 ആണ്. ഫസ്റ്റ് SS31 ദെൻ മോട്സി. മോട്സി ഒരു മെയിൻ്റനൻസ് പെപ്റ്റൈഡ് ആണ്. സോ ഓരോ ഇമ്മ്യൂൺ റെസ്പോൺസിനും നമുക്ക് എന്ത് വേണം? എനർജി വേണം. ആ എനർജി ഉണ്ടാക്കുന്നത് മൈറ്റോകോൺട്രിയ ആണ്. SS31 ഒരു മൈറ്റോകോൺട്രിയൽ പെപ്റ്റൈഡ് ആണ്. സോ നിങ്ങൾക്ക് ഒരു ഹെൽത്തിയർ മൈറ്റോകോൺട്രിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽത്തിയർ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ SS31 ആൻഡ് മോട്സി. മോട്സിനെ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സോ മൈറ്റോകോൺട്രിയ ആണ് നിങ്ങളുടെ എനർജി പവർ ഹൗസ്. കൂടുതലും ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് മോട്സി ആണ്. ഓക്കെ, SS31 ആൻഡ് മോട്സി. KPV ഇമ്മ്യൂൺ റിസർച്ചിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പെപ്റ്റൈഡ് ആണ്. കാരണം വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇൻഫ്ലമേഷൻ ഫൈറ്റ് ചെയ്യുക, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഇൻഫ്ലമേഷൻ പോസിബിലിറ്റി ഉണ്ടോ അതെല്ലാം ഫൈറ്റ് ചെയ്യുക. ഇതിന് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആന്റി ഇൻഫ്ലമേറ്ററി കപ്പാസിറ്റി ആണ്. ഒരു ചെറിയൊരു പെപ്റ്റൈഡ് ഫ്രാഗ്മെന്റ് ആണ്, ബട്ട് ഹൈലി ആന്റി ഇൻഫ്ലമേറ്ററി പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ ഗട്ട് ഇൻഫ്ലമേഷൻ ആണെങ്കിലും സ്കിൻ ഇൻഫ്ലമേഷൻ ആണെങ്കിലും ഇമ്മ്യൂൺ റെഗുലേഷൻ ആണെങ്കിലും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി NF-κB പാത്വേനെ സ്വാധീനിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അങ്ങനെയാണ് ഇൻഫ്ലേഷൻസ് കുറയ്ക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇമ്മ്യൂൺ ഒപ്റ്റിമൈസേഷന്റെ കാര്യങ്ങൾ. പക്ഷെ പല ആൾക്കാരും ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ, നമ്മൾ അഡ്വാൻസ് പെപ്റ്റൈഡ്സ് എന്ന് കേൾക്കുമ്പോൾ ബേസിക്സ് മുഴുവൻ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കും. അതായത് നമ്മുടെ ഫൗണ്ടേഷൻ ഉറക്കം അല്ലേ. പക്ഷെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഒരു പെപ്റ്റൈഡിനും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രോപ്പറായിട്ട് ഉറക്കം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പെപ്റ്റൈഡ് എടുത്തിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് പ്രോപ്പർ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാന്നുണ്ടെങ്കിലും കാര്യമില്ല. പക്ഷെ അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള നമുക്ക് സ്ലീപ്പിന് വേണ്ടി പെപ്റ്റൈഡ് ഉണ്ട്, ഇൻസുലിന് വേണ്ടി പെപ്റ്റൈഡ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് അടുത്ത സ്റ്റേജിൽ മറ്റ് പെപ്റ്റൈഡ്സ് അതിന്റെ ഫങ്ഷൻസ് ചെയ്യുള്ളൂ. ഫിസിക്കൽ ഇൻആക്ടിവിറ്റി, അതിൽ പെപ്റ്റൈഡ് ഇല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം മൂവ്മെന്റ് എന്തായാലും മൂവ് ചെയ്തിരിക്കണം, വർക്കൗട്ട് ചെയ്തിരിക്കണം, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തിരിക്കണം, വെയിറ്റ് ട്രെയിനിങ് എന്തായാലും ഉണ്ടാവണം, കാർഡിയോ ചെയ്യണം. പിന്നെ ക്രോണിക് സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാത്ത സിറ്റുവേഷൻ വരണം. ആക്ച്വലി സ്ട്രെസ്സിനും പെപ്റ്റൈഡ് ഉണ്ട്. ഓക്കെ, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, അത് നിങ്ങൾ എന്തായാലും ഭക്ഷണം കഴിച്ചേ പറ്റൂ. പ്രോട്ടീൻസ് ഇൻടേക്ക് ഉണ്ടാവണം. സോ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നാച്ചുറലി ഉണ്ടാക്കാൻ പറ്റും. കാരണം ഫൗണ്ടേഷൻസ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫൗണ്ടേഷന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെപ്റ്റൈഡ്സ് ഉപയോഗിക്കാം. പെപ്റ്റൈഡ് എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് അല്ല, നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മുടെ ബോഡിയിലുള്ള അമിനോ ആസിഡ്സ് തന്നെയാണ്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ 1 by 1 ഓരോന്നിന്റെ ഫംഗ്ഷൻ വെച്ച് ചെയ്യാം. സോ ഒരു റെസീലിയന്റ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം വേണമെങ്കിൽ ആദ്യം നോക്കേണ്ടത് ഡീപ്പ് സ്ലീപ്പ് ഉണ്ടോ, ഹെൽത്തി മെറ്റബോളിസം ഉണ്ടോ. സ്ലീപ്പിന് വേണ്ടി പെപ്റ്റൈഡ് ഉണ്ട്, നമുക്കത് ഉപയോഗിക്കാം. മെറ്റബോളിസത്തിന് വേണ്ടിയുണ്ട്. റെഗുലർ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, അത് നിങ്ങൾ തന്നെ ചെയ്യണം. ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആണോ, അതിന് പെപ്റ്റൈഡ് ഉണ്ട്. BPC-157 അല്ലെങ്കിൽ KPV. പ്രോപ്പർ ന്യൂട്രിയൻസ് ഉണ്ടോ, അത് നിങ്ങൾ പ്രോട്ടീൻ ഇൻടേക്സും ഫൈബറും എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ സയൻസ് ഗ്രോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇമ്മ്യൂൺ സൈറ്റിലേക്ക് വരുമ്പോൾ തൈമോസിൻ ആൽഫ 1, BPC, SS31 അല്ലെങ്കിൽ മോട്സി, KPV ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഭയങ്കര നല്ല രീതിയിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ലാസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രോഗങ്ങൾ ഒഴിവാക്കുക മാത്രമല്ല, നമ്മുടെ ബോഡി വേഗത്തിൽ റിക്കവർ ചെയ്യാൻ പറ്റണം, മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണം. വെറുതെ രോഗം അല്ലാതെ ഇരുന്നിട്ട് കാര്യമില്ല, പെർഫോം ചെയ്യണം, എനർജി വേണം, ആരോഗ്യകരമായി നമ്മൾ ഹെൽത്തി ആവണം, ഗ്രേസ്ഫുള്ളി ഏജ്ഡ് ആവുന്ന ഒരു സിസ്റ്റം, പതിറ്റാണ്ടുകളോളം റെസീലിയന്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോഡി. അതാണ് നമ്മളുടെ എയിം. ആ ഒരു ജേർണി എന്ന് പറയുന്നത് ബയോ ഹാക്കിന്ന് മാത്രമല്ല, പെപ്റ്റൈഡ്സ് എന്നല്ല, ഫണ്ടമെന്റൽസ് എന്നാണ് തുടങ്ങുന്നത്. ഇപ്പോഴും നിങ്ങൾ ലേറ്റ് അല്ല. ഈവൺ ഇഫ് യു ആർ ഇൻ യുവർ 40s or you are in 50s, you might be in 60s, still we can do it. Okay, so see you guys in the next video. Thank you.